ഹായ് നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇലാസ്റ്റിക് വെച്ചിട്ട് ഒരു ബേബി ഫ്രോക്ക് എങ്ങനെ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കാം. ബിഗിനേഴ്സിന് പോലും പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രോക്കാണ്. ഇതെങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. ഞാനൊരു കോട്ടൺ ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ വീതി വന്നിട്ട് 24 ഇഞ്ചാണ്. ഇതിൻ്റെ ലെങ്ത് ഇറക്കം വന്നിട്ട് 22 ഇഞ്ചും എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു 2 പീസായിട്ട് എടുത്തിട്ടുണ്ട്. 2 പീസ് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡൊന്ന് മടക്കി അടിക്കണം. ഇത് രണ്ടായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഒന്ന് മടക്കി അടിച്ചാൽ മതി. 12 ഇഞ്ച് നീളത്തിൽ ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ 3 എണ്ണം ഒരു സൈഡിൽ വയ്ക്കുക. അങ്ങനെ മൊത്തം 6 എണ്ണം എടുത്തിട്ടുണ്ട്. ചുരുക്കും പ്ലേറ്റൊക്കെ വേണമെങ്കിൽ ഒരു 4 എണ്ണം ഒരു സൈഡിൽ വെച്ച് കൊടുക്കാം. ഇനി 1 ഇഞ്ച് വീതിയിൽ ഇതുപോലെ ഓരോ ലൈൻ ഇട്ട് കൊടുക്കണം. നമ്മൾ എത്രയാണോ ഇലാസ്റ്റിക് എടുത്തത് ആ കണക്കിന്. അത് ഞാൻ ഇപ്പോൾ 3 എണ്ണമാണ് എടുത്തിട്ട്, അപ്പം 3 ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ സ്കെയിൽ വെച്ച് അങ്ങറ്റം വരെ ഒന്ന് വരച്ച് കൊടുക്കുക. ഈ ലൈനിൽ കൂടെയാണ് നമ്മൾ ഇലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതുപോലെ 2 ക്ലോത്തിലും തയ്ക്കണം. ഇത് ഒരെണ്ണമാണ്. ഇതുപോലെ അടുത്തൊരു പീസിലും കൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം. ഇലാസ്റ്റിക് ഇങ്ങനെ വലിച്ച് പിടിച്ച് സ്റ്റിച്ച് ചെയ്യണം. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 എണ്ണത്തിലും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെൻറ്ററിൽ കൂടെ ഒരു വള്ളിയുടെ വെച്ച് കൊടുക്കണം. അതിനുവേണ്ടി 3 ഇഞ്ച് വീതിയിലും 8 ഇഞ്ച് ലെങ്തിലും ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ഫോൾഡ് ചെയ്ത് ഈ സൈഡിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. അതിനുശേഷം അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഒരു ഒരു എന്തെങ്കിലും വെച്ച് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് അതിന് പുറത്തെടുത്ത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ക്ലോത്തിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കണം. അത് സെൻറ്റർ മൊത്തം എത്ര ഉണ്ടോ അതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കണം. ഞാൻ ഇവിടെ 7.5 അതിൻ്റെ സെൻറ്ററായിട്ട് എടുത്തിട്ട് അവിടെ നിന്ന് ഒരു 2.5 ഇഞ്ച് ഇപ്പുറത്തെ സൈഡിലും 2.5 ഇഞ്ച് അപ്പുറത്തെ സൈഡിലും ഒന്ന് വരച്ച് കൊടുക്കണം. ഈ സൈഡിൽ വെച്ചാണ് അതിൻ്റെ ബാൻഡ് തയ്ച്ച് കൊടുക്കേണ്ടത്. അതിൻ്റെ അകത്തെ സൈഡിൽ വെച്ചാണ് ബാൻഡ് തയ്ച്ച് കൊടുക്കേണ്ടത്. തിരിച്ചിട്ട് അത് അതിൻ്റെ പുറകിൽ വശത്ത് വെച്ചാണ് അതിൻ്റെ ബാൻഡ് തയ്ച്ചെടുക്കുക. കെട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടാക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം 2 സൈഡിലും. അടുത്ത് സ്റ്റിച്ച് ചെയ്തിരുന്ന തുണി ഇതുപോലെ എടുത്ത് അതുപോലെ അടയാളപ്പെടുത്തി ഇതിൻ്റെ ഒരു ഭാഗം അപ്പുറത്തെ സൈഡിലൂടെ വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം അതിൻ്റെ സൈഡ് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇതിൽ അടിയിൽ ബോർഡർ ഉള്ളതുകൊണ്ട് അടിയിൽ മടക്കി അടിച്ചു കൊടുക്കുന്നില്ല. ഇല്ലെങ്കിൽ നമുക്ക് അടിഭാഗത്ത് ഒന്ന് മടക്കി അടിച്ചു കൊടുത്താൽ മതി. സിമ്പിളാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.